Let's enjoy. ജബുലാനി മട്ടനും അറേബ്യൻ ചിക്കനും. പോയാൽ ഹെൽപ്പിങ്ങിന് നിന്നാണ് ലാസ്റ്റ് ഫുള്ള് പണി ഏറ്റെടുക്കേണ്ടി വന്നു. ബാപ്പുട്ടിന്റെ ഭവനത്തിൽ മന്തിൽ ചാടുമന്തി നാടുമന്തി പുളിക്കൂട്ടാ. കുയിന്റെ ഇൻചാർജ് എനക്കാ കത്തിക്കല്. ഇന്ന് കുയി കത്തിക്കല് ക്രിസ്ത്യാനോ റൊണാൾഡോ ഏട്ടാ. പോർച്ചുഗലിൽ നിന്ന് വന്നൊക്കെയാണ് കുയി കത്തിക്കാനായിട്ട്. കത്തിയിട്ടില്ല, കത്തുണ്ട് ഓലക്കൊടിയാണ് ഇളക്കി വിടണ്ട്. വിറക് എത്തിയിട്ടുണ്ടാവില്ലേ. മട്ടൻകുട്ടി ആണ് ഫാറ്റ്. ലിവറാണ്. ചെറിയ സാധന ചെറുതാണ്. 3 4 5 ഉണ്ടല്ലേ. 5 ഉണ്ടാവില്ലല്ലോ, 4 ഉണ്ടാവും. ഈ റൈറ്റാണ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ആക്കുന്നത്. ഇത് ക്ലീൻ ആക്കാം. കുറച്ച് വെള്ളൂ ഉള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഓണം പോലെ ആക്കിയിട്ട് ക്ലീനിങ്. പിന്നെ ഫോൺ വണ്ടിട്ടാ ഇൻചാർജ്, കനലിലെ ഇൻചാർജ്. ഇത് ചുറ്റാൻ അറിയണം, എന്നാലേ ഇപ്പോൾ ഒരു കാര്യമുള്ളൂ. ഇതൊക്കെ ചിറ്റി വരിഞ്ഞു കിട്ടും. വരിഞ്ഞടിക്കും. ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് ചെറുതായതുകൊണ്ടേ നല്ല സുഖമാണ്, ഉണ്ടാക്കാനും സുഖമാണ്. റിസ്ക് കുറവാണ്. പെട്ടി ക്ലീനിങ്ങിൻ്റെ ഷോർട്ട് കട്ട് മെത്തേഡ്. അയ്യോ തിരിച്ചോ. ഇങ്ങനെ പിയ്യണല്ലേ. ഇതിൻ്റെ ഉള്ളിൽ പോതിയാണോ? ഇതിൻ്റെ ഉള്ളിൽ പോതിയോ? ഭയങ്കര രസമാട്ടോ ഈ സാധനം. ഞാനിത് പണ്ടൊക്കെ ഇതൊക്കെ ഒഴിവാക്കലേന്, പക്ഷെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞതിൻ്റെ ശേഷം ഭയങ്കര രസമാണ്. നമ്മൾ കഴിച്ചിട്ട് പറഞ്ഞാൽ പെട്ടി ഒരു ചുറ്റി വരിയലുണ്ട്. കൊണ്ടോട്ടി ബാപ്പുട്ടിയുടെ സ്വന്തം സീക്രട്ട് അല്ലേ. സ്വന്തം സീക്രട്ട് ഞങ്ങൾ ഓരോരുത്തരിൽ നിന്ന് പഠിക്കുന്നു, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. മുഞ്ചേക്കണം. നോക്കണമെങ്കിൽ അല്ല, ആടിന്റെ ലുക്കാണോ അതോ അന്റെ ലുക്കാണോ ചോദിച്ചു. രണ്ടും നോക്കണേ. ആടിനെ വരിഞ്ഞ് കുട്ടപ്പനൊക്കെ കേട്ടാ. കൊണ്ട് അത് അറവിനെ കത്തിക്കുത്തിന് എന്തെങ്കിലും വെക്കണ കൊട്ടേഷൻ ബാപ്പുട്ടി. മൂട് സീറ്റിങ് നിൽക്കാനാ. മറ്റേ ഇരിക്കണ ഒരു ചമ്രം പടിഞ്ഞുള്ള ഇരുത്തോ. മറ്റേ ഇരുത്തോ. വാരിയിൽ പൊട്ടിച്ച ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് ദമ്മാക്കണ വിചാരിച്ചു. ബ്ലാക്ക് ഗ്ലൗ ഉണ്ടാ. ഞാൻ പക്ഷെ കോഴിക്കോട് പെരിയിലുണ്ട്. നല്ല കിടിലൻ സാധനമാണ്. അല്ല, അത് കാണികൾക്ക് വേണ്ടി എന്താന്ന് അറിയില്ല. എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ പല രാജ്യങ്ങളിൽ പോയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു മസാലയാണ്. ആക്ച്വലി നമ്മൾ വലിയൊരു ഷെഫ് ഒന്നുമല്ല, ഇത് നമ്മുടെ ഒരു പാഷനാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് എൻജോയ്. മറന്നില്ല. ജീരകം ഉണ്ട് അല്ലേ. വേറെ എന്താന്നുണ്ട് പറയണില്ല. വേറെ ഇപ്പൊ പറയണെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞതിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞത് പക്ഷേ
അല്ല ശരിക്കും പിന്നെ ഇതില് മട്ടനിൽ എന്തായാലും എല്ലാവരും കുരുമുളക് കൂടുതൽ. കുരുമുളകും ജീരകവും കാണുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും അതെ. ഗരം മസാല ഒന്നുമില്ല നടാ. ജീരകത്തിന് മണം ഇങ്ങനെ മൂക്കിൽ അടിച്ച് കയറിയ നല്ല രസമാണ്. ഒരു ബോറായിട്ട് വരില്ല. ഒരു ടേസ്റ്റ് സാധനമാണ്. ചെറിയ ജീരകല്ലായിരുന്നു കിമി. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂറൊക്കെ കിടന്നാലേ നല്ല വെന്ത് ഇങ്ങനെ ഇതിൻ്റെ കാലൊക്കെ ഇങ്ങനെ എടുക്കാൻ കഴിയും. അതാണ് അവിടെയാണ് അതിൻ്റെ ടേസ്റ്റ് കിടക്കുന്നത്. മാത്രമല്ല ഒരു 3-4 കിലോ ഉണ്ടാവുള്ളൂ ഇത്. അതുകൊണ്ട് ആ ഒരു ടേസ്റ്റും ഉണ്ടാവും. ഇതാണ് നമ്മളെ സ്പെഷ്യൽ സാധനം. സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ. ഇതൊരട്ട തിന്നാണ്ടല്ലോ പിന്നെ ഉണ്ടോയെന്ന് ചോദിക്കരുത്. അതാണ് ഇതിൻ്റെ ഒരു പവർ. സർദി നമുക്കടുത്ത ചിക്കനതാ ഹോം ഡെലിവറി. ഫ്രഷ് ഹോമിന്റെ ഹോം ഡെലിവറി നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതാണ് കൊണ്ടോട്ടിക്കാരൻ പാപ്പുട്ടിന്റെ. നമുക്ക് 4 ഡെലിവറി ബോയ്സ് ആണുള്ളത്. ഇത് ഞങ്ങളുടെ മട്ടൻ പർച്ചേസ് ചെയ്യുന്ന മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ പേര് നിസാർ. പിന്നെ വേറെ ഒന്നുണ്ട് കപ്പി. പിന്നെ ഇതൊക്കെ ചിക്കൻ സ്കിന്നോട് കൂടി ചിക്കൻ. അതെ ഇതിന്റെ നിസാർ എന്നാല് നമുക്കറിയാം നമ്മുടെ നാട്ടില് ഈ അറബ് ഫീൽഡിലൊക്കെ ഭയങ്കരമായിട്ട് മുന്നിക്കുന്നു. നിസാർ ഓരോ മന്തി ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഓരോ കത്തികൾ തരും. അങ്ങനെ തന്ന ഒരു കത്തിയുള്ളത് മലപ്പുറം കത്തിയല്ല, നിസാർ കത്തി. അതിൽ ഉണക്കാട്ടൊക്കെ കാണുന്നുണ്ട്. അതിലൊന്ന് എല്ലാം ചേർന്ന് കഴിഞ്ഞ് നമ്മള് ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ലേറ്റസ്റ്റ് കളറാണ്. ഇവിടുത്തെ ലൊക്കേഷൻ്റെ സാധനം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. മസാല കഴിഞ്ഞു. ജബുലാനി മട്ടനും അറേബ്യൻ ചിക്കനും. ഓ ആളി കത്തിട്ടാ തല കുത്തിനെ പോയത്. ചൂടാക്കിയ എന്നുവെച്ചാല് തലേന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച നല്ല നെയ്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുകി പോകും. പക്ഷെ നരകം സീന അടുത്ത് നിക്കാൻ വയ്യേട്ടാ. ആളി കത്തുമ്പോഴാണ് എനിക്ക് സാധനം ഇറക്കുമ്പോൾ ദമ്മുള്ളൂ. അടുത്ത് നിക്കാൻ വയ്യേട്ടാ. ഭയങ്കര ചൂട്. കിത്താൻ പോണു. കയ്യും കാലൊക്കെ ബടർത്തി കുട്ടപ്പനാക്കി. പള്ളന്റെ ഉള്ളിലൊക്കെ ചൂടില. ഇതാണ് നമുക്ക് വേണ്ട. 2 കോഴി ഇവിടെയും 2 കോഴി അപ്പുറത്തും. ഇതൊക്കെ കൂടി എന്ത് ചെയ്ത് മസാല എന്ത് ചെയ്യാം. എല്ലാം വെച്ചു. റൈസ് വെച്ചാൽ കുഴി കറക്കിയാൽ 3-3.5 മണിക്കൂർ. അരി ഏതാ പറഞ്ഞത്? ബസ്മതി ഗോൾഡ്. ഗോൾഡ് ആയിട്ട് പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ ആടിൻ്റെ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഇട്ടാൽ കുഴപ്പമില്ല. ഇതൊക്കെ ആട് കുറേ നേരം കിടക്കാറില്ലല്ലോ. ഗോൾഡ് വേണം. ഇതിനെ പൊട്ടൂല, അരി പൊട്ടൂല. ഗോൾഡ് ബസ്മതി ഗോൾഡ്. കോയാമ ഹെൽപ്പിങ്ങിന് നിന്നാണ്. ലാസ്റ്റ് പുള്ള് പണി ഏറ്റെടുക്കേണ്ടി വന്നു. വെറുതെ സഹായം ചോദിച്ചു വാങ്ങി. കത്തി മോശമില്ല. ബിസ്മില്ലാ. എങ്ങനെ ഇടുക? പെട്ടിയല്ലേ? അല്ലത് പെട്ടി മറ്റേ പെട്ടിയല്ലേ? ഇത്ര സാധനം നെയ്യാ? പെട്ടിയല്ല. പെട്ടി ഫുൾ അതിലിട്ടു. അതാ ഫാറ്റ് ഇട്ടാനേ. ഉള്ളി സൂര എന്നൊക്കെ പറഞ്ഞ മാതിരി ഉള്ളി കോയാമൂണ്. എന്തെങ്കിലും പട്ടിയും ഗ്രാമ്പല്ല. എന്താ ഇത്? വെളുത്തുള്ളി മാത്രം? പച്ചമുളകും. വെളുത്തുള്ളി
പച്ചമുളക്. പാക്ക് മാറി കുറച്ച് നേരത്തിന് കോട്ടൊക്കെ നിറയ്ക്കുക. ഭയമനെ പഠിപ്പിച്ചാണ്. ഞങ്ങൾ പുതിയ കാറ്ററിംഗ് ആയിട്ട് വരും. വെള്ളത്തിൽ ഉപ്പിട്ട് ആ ഉപ്പിട്ട വെള്ളം ഉപ്പിട്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുരുമുളക് നമ്മൾ തൊടുത്ത സ്വന്തം ഇല്ല ഓൺ പ്രൊഡക്ഷൻ. ഒരു സാധനം വരെ പുറത്തുനിന്ന് വാങ്ങൂല. ഹോൾസെയിൽ കൊണ്ടുപോയിട്ട് യാസിൻ ട്രേഡേഴ്സ് നമ്മളതാണ്. അത് ശരി. നമ്മൾ ഹോൾസെയിൽ സാധനം എടുക്കുക. ഉണക്ക നാരങ്ങ വെള്ളത്തിൽ പുതിർത്തി വെച്ച അരിട്ടാ. ഈ അരിയാകുമ്പോൾ ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. എത്ര നേരം വെച്ചാലും പൊട്ടൽ വേവ് കൂടൽ യാതൊരു പ്രശ്നമില്ല. വെള്ളം കൂടിയാലൊന്നും പ്രശ്നമില്ല. ബസുമതി ഗോൾഡ് ആണെങ്കിൽ കൊണ്ടോട്ടി യാസിൻ ട്രേഡേഴ്സ് എടുക്കുക. ഹോൾസെയിൽ റേറ്റിൽ തരുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയിവാ മസ്ബൂത്ത് യാനി മസ്ബൂത്ത്. ബർക്കത്തില്ലെന്ന് പറയാൻ പറ്റില്ല. കായില്ല നമ്മളെ അവസ്ഥകൾ, ഓരോരുത്തരുടെ അവസ്ഥകൾ ആലോചിക്കുമ്പോഴേ ടേസ്റ്റാ ரொம்ப ടേസ്റ്റാ. ഉണ്ടായിക്കോട്ടെ. ഉപ്പ് കുറഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് ഒരു സത്ത വരുന്നുണ്ട്. ഞങ്ങൾ സ്പെഷ്യലി നല്ല കാന്താരി മുളകും അതുപോലെ തന്നെ നല്ല ചപ്പും തക്കാളി ലാസ്റ്റ് അടിക്കാൻ മാത്രം മതി ശരിക്കും മന്തി റൈസിക്ക്. കണ്ടിട്ടോ, അതാണ് നമ്മളെ വറക് മാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇന്നത്തെ വറകിന്റെ ഡ്യൂട്ടി മൊത്തം മേക്കാണ്. തിളച്ചിട്ടാ പച്ചമുളക്. എന്താണ് ഇനി കുഴി കറക്കൽ അവസാനഘട്ട പരിപാടി. ഒരു 11 മണിക്ക് കയറ്റും ഇറക്കും. ഒരു 2-2:30 ശരിക്കും ഇത് 2 മണിക്കൂർ മതി. ചെറിയ ആടല്ലേ. പക്ഷെ 3 തൊട്ടാ പൊളി. അത് നടക്കാനുള്ള ഗ്യാപ്പുണ്ടോ? റെഡി 1 2 3 ശരിയണ്ട ഇറക്കട്ടെ. ഒരു മിനിറ്റ് സൂം ചെയ്താണ്. ഇവിടെ പോല ചാക്ക് നനച്ചിടണം. എടിച്ച ഇതിന് കറക്റ്റൊക്കെ ഉണ്ടാക്കിയതാ. മുടി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. സെറ്റ്. പൊന്തി പുക പാറി പൊടി പാറി. ഇതെന്താ ഭരതനാട്യം? ഇതില്ലല്ലോ 3 മണിക്കൂർ ഇതിലിങ്ങനെ എന്നെ കിടന്നിട്ടുണ്ടാവും. എല്ലൊക്കെ ഇങ്ങനെ ദൂരം. അപ്പൊ ഇടവേളകൾ ആനന്ദകരമാക്കാൻ ബാപ്പുട്ടിയുടെ വക സൽക്കാരം. ചിക്കൻ കറി, നാടൻ പത്തിരി. 11 മണിയായിട്ടാ കുഴി കറക്കിൻ്റെ ശേഷമുള്ള ഇടവേളകൾ. അപ്പോൾ 11 മണി കഴിഞ്ഞു. 3.5 മണിക്കൂർ ഗ്യാപ്പുള്ളതുകൊണ്ട് ഞായറാഴ്ച അല്ല, എല്ലാവർക്കും കല്യാണം പരിപാടിയൊക്കെ ഉണ്ട്. പരി പോയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. 4 മണി കുറച്ച് ലേറ്റായി പോയി. ഒരാളെ കാത്തുനിന്നാണ്. പെരക്കാര് നമ്മളെ കാത്തുക്കാണ്. ഞാൻ വെയിലൊന്നും ആറാൻ വേണ്ടി കാത്തുനിന്നാണ്. 2 4 8 മണിക്കൂറാ പിടിച്ച്. ഗ്ലൗസ് എടുക്കാൻ പറ്റത് ഭയങ്കര സങ്കടമായി പോയി. ഏത് ഗ്ലൗസ് ഒക്കെ കയ്യിൽ വെച്ചിതാണ്ട് ചീരണ്ടോ? ഇതിപ്പോ അടിക്കണം. ഇതിപ്പോ തന്നെ ഞാൻ ഇതാണ് ഇതിന്റെ ടേസ്റ്റ്. ആ ചൂടോടെ അടിക്കുമ്പോൾ അതിന്
ഇങ്ങനെയുണ്ട്. പറഞ്ഞതിനുള്ള സാധനമില്ലേ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും കിടിലൻ സാധനം. കോയിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാ, കാല് ഊരിയിട്ട് ഇങ്ങനെ അല്ലേ. ഇല്ല ചോറുണ്ടോ? അയ്യോ നമ്മളിവിടുന്ന് കണ്ടത്, നമ്മൾ കല്യാണത്തിന് ഇങ്ങണ്ട് ഫ്രാങ്കിലി പറഞ്ഞാൽ മതി. ഇനിയിപ്പോ ഇതില് ഈ റെഡ് റൈസ് ലോലിപോപ്പ് നിന്നാ മതി. എന്താ രസം? അതെ, തൊട്ടാ പോരാ. പൊളി. ഇതിന് പ്രത്യേക ഇതിന്റെ അടി പിടിച്ചിട്ടുണ്ടാവില്ല. അത്ര നേരം വെച്ചിട്ടും അടി പിടിക്കുന്നില്ല. ചെറിയ കാറ്റിട്ടാലും കിട്ടുമോ? ഒന്നുകൊണ്ട് പറ്റാണ്ടല്ല. വീട്ടിൽ സെറ്റ് ചെയ്ത് പൂക്കളം തീർത്തിട്ടാ. പൂക്കളം മലയാളിനെ വീഡിയോ എടുക്കണം. ഞാൻ ഉണ്ടാക്കിയ മന്തിയുടെ പൂരിശ പറയാ. വേറൊരു പോട്ടെ. ശുക്രൻ ഗസീലൻ. ശുക്രൻ ജസാക്കല്ലാഹ് ഖൈർ. പരിപാടി ഉഷാറായി. മിയ സൺഡേ കുശാൽ.